എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2 നിലയിലുള്ള ഒരു മനോഹരമായ വീടാണ്. പാലാ പൊൻകുന്നം ഹൈവേയിൽ പൈക ഇളംകുളം ടൗണുകൾക്ക് സമീപമായി ഹൈവേയിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന പുതുപുത്തൻ വീടാണത്. 12 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു 3 ബെഡ്റൂം വീടാണിത്. ഹൈവേയിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറി PWD റോഡിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന, അതായത് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടിലിരിക്കുന്ന മനോഹരമായ വീടാണിത്. വീടിൻ്റെ മുൻഭാഗം വരെ ടാർ റോഡാണ്. ഇപ്പോൾ ടാറിങ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഭംഗിയിൽ നല്ല എലിവേഷനിൽ പണി കഴിപ്പിക്കുന്ന പുതുപുത്തൻ വീടാണ്. വീടിൻ്റെ മുൻഭാഗത്തായി വീതിയേറിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോറിന് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി കോമ്പൗണ്ട് വാളിൻ്റെ പെയിൻറ്റിങ് മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ ഇൻ്റർലോക്കിനൊക്കെ പോളിഷിംഗ് കൂടി ചെയ്യാറുണ്ട്. ബാക്കി വീടിൻ്റെ പണികൾ മുഴുവൻ പൂർത്തിയായി. മഴ കാരണം കോമ്പൗണ്ടിൻ്റെ പണികൾ മാത്രമാണ് പെൻഡിങ് ഉള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, ലിവിംഗ്, ഡൈനിങ് ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ, വലിയൊരു കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മുകളിൽ നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗത്ത് ഇതുപോലെ നല്ല ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. സൈഡുകൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. 12 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപ മാത്രമാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണിത്. ജനലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ജനലുകളും പകതുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കുടിവെള്ളത്തിനായിട്ട് കിണർ വെള്ളമാണുള്ളത്. ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അത്യാവശ്യം പച്ചക്കറികൾ നടാനോ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ വെള്ളമുള്ള മേഖലയാണ്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കുകയില്ല. ഈ ഒരു സൈഡിലൊക്കെ നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുൽത്തടി കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പച്ചക്കറി നടാനോ അല്ലെങ്കിൽ തെങ്ങും തൈയൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട്. നിലവിലിവിടെ തെങ്ങും തൈയൊക്കെ നട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അലക്കലും ടാപ്പുമൊക്കെ കൊടുത്തിരിക്കുന്നു. വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേസ്, ഈ ഒരു സൈഡിൽ നല്ല സ്പേസ് വന്നിട്ടുണ്ട്. 12 സെൻറ്റ് സ്ഥലമുണ്ട്. ഹൈവേയിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രമാണ് ദൂരം. PWD റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. ഇപ്പോൾ കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തെ കാഴ്ചകളിൽ കൂടി ഒന്ന് പോകാം. സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മെയിൻ ഡോറൊക്കെ തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു. അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ വിശാലമായ ലിവിങ് ഏരിയയാണ്. നേരെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്ക് കാണാം. ഫാനുകളും ലൈറ്റുകളും അതുപോലെ നല്ല ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. നല്ല ഭംഗിയേറിയ ഫ്ലോറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഫാൻസി ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പാർട്ടീഷനിൽ TV യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്തെ കബോർഡുകളൊക്കെ നൽകിയിരിക്കുന്നു. നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകളാണ്. വലതുവശത്തേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്ന ഇവിടെയാണ്. ഇവിടെ സൈഡിൽ പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല ക്യൂരിയോസ് ഒക്കെ വെച്ച് മനോഹരമാക്കാൻ സാധിക്കും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഒരു പർഗോളയെ കൊടുത്ത് ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. അടിവശത്ത് കബോർഡുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പർഗോളയെ കൊടുത്ത് ഗ്ലാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഭാഗത്തൊരു ഓപ്പൺ കൗണ്ടർ കൊടുത്തിരിക്കുന്നു. നല്ല വലിപ്പമേറിയ കിച്ചണാണ്. ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടിയൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കിച്ചൺ വർക്കുകൾ ഇവിടെ കാണാം. നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാനൊക്കെ എളുപ്പമുള്ള രീതിയിൽ ഒരു കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള കിച്ചണും വർക്ക് ഏരിയയും ഒക്കെയാണുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. AC പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ലൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു.
ഈ ഒരു പാർട്ടീഷൻ്റെ പുറകുവശത്തായിട്ടൊരു സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് വന്നിട്ടുണ്ട്. ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. 3 ഫേസ് വയറിംഗ് ആണ് വീടിന് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങൾ വെക്കാനും പഠിക്കാനും ഒക്കെയുള്ള സ്പേസ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഡബിൾ ഹൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. ഇതിലും നല്ല വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയേറെ ടൈൽസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം നിലയിലേക്കൊന്ന് പോകാം. സ്റ്റെയർ കേസ് മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. വീടിന് തൊട്ടടുത്തുള്ള മെയിൻ റോഡിൽ കൂടി സ്കൂൾ ബസ്സുകളെല്ലാം കടന്നു വരുന്നുണ്ട്. നല്ല സൗകര്യപ്രദമായ ഒരു ഏരിയയാണ്. അപ്പോൾ മുകളിലേക്ക് കടന്നു വരുമ്പോൾ വിശാലമായ ഒരു ഹാൾ ഇവിടെയും കാണാൻ സാധിക്കും. ഒരു എൽ ഷേപ്പിലുള്ള വലിയൊരു ഹാൾ കാണാം. ഇവിടെ നമുക്ക് TV യൂണിറ്റൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല സീലിംഗ് വർക്കുകളും ഫാനുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിൽ നിലവിൽ ഒരു ബെഡ്റൂമാണ്. ഇനി ബെഡ്റൂം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിപ്പമേറിയ TV യൂണിറ്റൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 3ാമത്തെ ബെഡ്റൂമാണിത്. ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമാണ്. 2 സൈഡിലുമായി വലിയ ജനലുകളുണ്ട്. ഡ്രസ്സിങ് ഏരിയയൊക്കെ ഇവിടെ നല്ല കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെയും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. നല്ല വലിപ്പമേറിയ ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വീടിൻ്റെ സൈഡിലുള്ള ഒരു ബാൽക്കണിയാണിത്. ഇവിടെ റൂഫ് ചെയ്ത് സേഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സ്പേസൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും അതുപോലെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 4ാമത് ബെഡ്റൂമൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൗകര്യമാണ്. ഇനി 4ാമത് ബെഡ്റൂം വേണമെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ സാധിക്കും. നല്ല സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെയും റൂഫിംഗ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആരാധനാലയങ്ങളിലെല്ലാം വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണി. അപ്പോൾ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. 85 ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്നത്.